നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി 54-കാരനെ ചെന്താമര പിടിയിലായതിന് പിന്നാലെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി പുറത്തുവിടുന്നത്. ഇയാൾ അതിവിദഗ്ധനായ ഒരു കുറ്റവാളി എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇരട്ടക്കൊലപാതകങ്ങൾക്ക് പിന്നാലെ ഒളിവിൽ പോയ പ്രതിയാകട്ടെ പോലീസിന്റെ തിരച്ചിൽ ഉൾപ്പെടെയുള്ള ഓരോ നീക്കങ്ങളും അതിസൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചിരുന്നു എന്ന വിവരങ്ങളും പുറത്തുവരികയാണ്. അതായത് കൊലപാതകം നടന്ന് 35 മണിക്കൂറിന് പിന്നാലെയാണ് പോലീസ് പ്രതിയെ പിടികൂടുന്നത്. ചൊവ്വാഴ്ച രാത്രി 10:30 ബോയിൻ കോളനിയിലെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് പോലീസ് പ്രതിയെ പിടികൂടുന്നത്. പോത്തുണ്ടി തിരുത്തമ്പാടം ബോയിൻ കോളനിയിൽ 56-കാരനായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെയാണ് ഇയാൾ കൊലപ്പെടുത്തിയത്. അതായത് കൊലപാതകം നടക്കുന്നതിന്റെ തലേ ദിവസം സുധാകരനുമായി ഉണ്ടായ തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രതി തന്നെ മൊഴി നൽകിയതും. അതുമാത്രമല്ല, ഭാര്യയെ കൊന്നതിന് കാണിച്ചു തരാം എന്ന് സുധാകരൻ പറഞ്ഞിരുന്നു. ഇതോടെയാണ് സുധാകരനെ കൊല്ലാൻ താൻ തീരുമാനിച്ചത് എന്നായിരുന്നു പ്രതി പോലീസിന് മൊഴി നൽകിയത്. മാത്രമല്ല, ലോക്കപ്പിൽ വെച്ച് പ്രതി ചിക്കനും ചോറും ആവശ്യപ്പെട്ടു എന്നും പോലീസ് പറയുന്നു. കൂടാതെ ഇത് ആസൂത്രിത കൊലപാതകമാണെന്നും ഈ കൊലപാതകങ്ങൾക്ക് ഉപയോഗിച്ച ആയുധം ഇയാൾ നേരത്തെ തന്നെ വാങ്ങി സൂക്ഷിച്ചിരുന്നതായിട്ടും പോലീസ് വ്യക്തമാക്കുകയാണ്. ഇരട്ടക്കൊലയ്ക്ക് പിന്നാലെ ഇയാൾ വീടിന് പിന്നിലെ വേലി ചാടിക്കടന്ന് സമീപത്തുള്ള മലയിൽ ഒളിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അതായത് 1.5 ദിവസത്തോളം ഇവിടെ കഴിഞ്ഞിരുന്നു. ആ ഭാഗത്തെല്ലാം തന്നെ പോലീസ് പരിശോധന നടത്തിയിരുന്നു. ഒളിച്ചിരുന്നത് ഒരു വനപ്രദേശമായതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇതിനെപ്പറ്റി അറിയാവുന്ന ഒരാളായിരുന്നു ചെന്താമര എന്നാണ് വിവരങ്ങൾ. അതിനാൽ തന്നെ പോലീസിന്റെ തിരച്ചിലും മറ്റു നീക്കങ്ങളുമൊക്കെ ഇയാൾ അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. 1.5 ദിവസത്തോളം ഇയാൾ ഭക്ഷണം കഴിക്കാതിരുന്നതിന് പിന്നാലെയാണ് മലയിറങ്ങിയത്. തിരികെ വീട്ടിലേക്ക് വരുന്ന വഴി സമീപ പാടത്ത് വെച്ചായിരുന്നു രാത്രി 10:30 പോലീസ് ഇയാളെ പിടികൂടിയത്. അതായത് 2019 മുതൽ തന്നെ കൊല്ലപ്പെട്ട സുധാകരന്റെ കുടുംബത്തിനോട് ചെന്താമരയ്ക്ക് വൈരാഗ്യമുണ്ടെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതായത് ചെന്താമരയുടെ ഭാര്യ തന്നെ വിട്ടുപോയത് സുധാകരന്റെ കുടുംബം കാരണമെന്ന് ഇയാൾ വിശ്വസിച്ചിരുന്നു. അത് മാത്രമല്ല, കടുത്ത അന്ധവിശ്വാസത്തിന് അടിമയായിരുന്നു ചെന്താമര എന്ന വിവരങ്ങളും പുറത്തുവരികയാണ്. ഇയാളുടെ പക്കൽ ഒരു 10 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ചെന്താമര വളരെ വെപ്രാളത്തോടെ പോകുമെന്നും അയാൾക്ക് വിശ്വാസമുള്ള ജോൽസിനെ തേടിയായിരിക്കും ആ 10 രൂപയുമായി യാത്രയെന്നുമാണ് ഇയാളെ അറിയുന്നവർ തന്നെ പറയുന്നത്. അതായത് ഈ ജോത്സ്യന്മാർ എന്ത് പറയുന്നോ അത് അതേപടി വിശ്വസിക്കുന്ന ഒരു ആളാണ് ചെന്താമര എന്നാണ് പറയുന്നത്. അതായത് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യും, അതല്ല കൂടോത്രം വേണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യും. ഭാര്യയുടെ സ്വർണം വിറ്റുവരെ ഇയാൾ ജോത്സ്യനെ തേടിയുള്ള യാത്രകൾ നടത്തിയെന്നും വിവരങ്ങൾ പുറത്തു വരികയാണ്. അത് മാത്രമല്ല, ചെന്താമരയുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ഭാര്യ ഇയാളെ വിട്ടു പോയെന്നും പറയുന്നുണ്ട്. എന്നാൽ ഭാര്യ തന്നെ വിട്ടു പോയതിന് ഇയാൾ വിശ്വസിച്ചതാകട്ടെ എല്ലാത്തിനും കാരണം നീളൻ തലമുടിയുള്ള സ്ത്രീയാണ് എന്നത് പണിക്കരുടെ വാക്കുകളായിരുന്നു. ആ കുട്ടി ഒരു പാവമായിരുന്നു. ജോൾസിന്റെ വാക്ക് കേട്ടാണ് ചെന്താമര 2019 സജിതയെ വെട്ടി കൊലപ്പെടുത്തിയത്. തൊട്ടടുത്ത് തന്നെയുള്ള പുഷ്പ എന്ന മറ്റൊരു സ്ത്രീയാണ് ചെന്താമരയുടെ അടുത്ത ഉന്നമെന്നും നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ പറയുകയാണ്. അതായത് അവന്റെ കയ്യിൽ ഒരു കൊടുവാൾ ഉണ്ടെന്നും തെളിവെടുപ്പിനിടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തിയ കൊടുവാൾ അല്ല, മറ്റൊരു കൊടുവാളാണെന്നും അതവൻ എല്ലായ്പ്പോഴും കയ്യിൽ സൂക്ഷിക്കുമെന്നും തന്നെ അയൽവാസികളടക്കം പറയുന്നു. തന്റെ കുടുംബം തകർത്തവരെ എപ്പോൾ തന്റെ മുന്നിൽ കിട്ടിയാലും വകവരുത്താനായി കൊണ്ടു നടക്കുന്നതാണിതെന്നും അയാൾ പലതവണ പറഞ്ഞിരുന്നു. ആരെന്ത് പറഞ്ഞാലും എത്ര ശാസിച്ചാലും ഇയാൾ അനുസരിക്കില്ല എന്ന് തന്നെയാണ് അയൽവാസികളും പറയുന്നത്. മാത്രമല്ല, ചെന്താമരയെ പേടിച്ച് വീടിന് പുറത്തുള്ള ശുചിമുറിയിൽ പോലും അയൽക്കാർ പോകാറില്ല എന്ന് തന്നെയാണ് അയൽവാസിയെ വീട്ടമ്മ പറയുന്നത്. പ്രതി തയ്യാറാക്കിയ കൊല്ലാനുള്ളവരുടെ പട്ടികയിൽ താൻ കൂടി ഉണ്ടെന്നാണ് അയൽവാസി പുഷ്പ പറയുന്നത്. എപ്പോഴും മരണഭയത്തിലാണ് താൻ കഴിയുന്നതെന്നും വീടിന് പുറത്ത് ശബ്ദം കേട്ടാൽ പോലും തനിക്ക് പേടിയാണെന്നും മാരകായുധങ്ങളുമായി പലതവണ തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നും പറയുന്നു. ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടി ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അയൽവാസി പുഷ്പയുടെ വാക്കുകൾ. അതായത് 2 പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയതിന് പിന്നാലെ ഒളിവിൽ പോയ ചെന്താമരയെ 2 രാത്രിയും 2 പകലും നീണ്ട പരിശ്രമത്തിന്റെ ഒടുവിലാണ് പോലീസിന് പിടികൂടാൻ കഴിഞ്ഞത്. പോത്തുണ്ടി വനമേഖലയിൽ ഒളിവിലായിരുന്ന പ്രതി വീട്ടിലേക്ക് ഭക്ഷണം തേടി വരുന്നതിനിടെയാണ് 10 മണിയോടെ ഇയാൾ കസ്റ്റഡിയിലായത്. സ്റ്റേഷനിൽ എത്തിച്ച പ്രതിക്കെതിരെ ജനരോക്ഷം തന്നെ ഉണ്ടായതായിട്ടാണ് വിവരങ്ങൾ. അത് മാത്രമല്ല, ഒട്ടേറെ പേർ തടിച്ചുകൂടിയതോടെ പോലീസ് സ്റ്റേഷന്റെ ഗേറ്റും വാതിലും ഒക്കെ അടയ്ക്കേണ്ടതായിട്ടും വന്നു. ജനം ഗേറ്റ് തല്ലി തകർത്ത് കയറിയതോടെ പോലീസിന് ലാത്തി വീശേണ്ടി വന്നു എന്ന വിവരങ്ങളും പുറത്തു വരികയാണ്. 5 വർഷം മുമ്പാണ് നെന്മാറ പോത്തുണ്ടി ബോയിൻ കോളനിയിൽ സുധാകരന്റെ ഭാര്യ സജിതയെ ഇയാൾ കൊലപ്പെടുത്തിയത്. ഈ കേസിൽ ജയിലിലായിരുന്ന ചെന്താമര ജാമ്യത്തിൽ ഇറങ്ങിയാണ് ഇപ്പോൾ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയതെന്നാണ് വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.